വെടിനിർത്തൽ കരാറിന്റെ ചർച്ചകൾ പലവഴിക്ക് നടക്കുമ്പോഴും ഇസ്രായേലിന്റെ അയൽരാജ്യമായ ലെബനൻ വലിയ രീതിയിൽ തന്നെ മരുന്നും ഒപ്പം തന്നെ ഇന്ധനവും ഭക്ഷണവും ശേഖരിച്ചു തുടങ്ങുന്നതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഈ വിവരം പുറത്തുവിട്ടത് ലെബനന്റെ നാഷണൽ എമർജൻസി കമ്മിറ്റിയുടെ തലവൻ നാസർ യാസിനാണ്. അദ്ദേഹം ഒരു ചാനലുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞത് തങ്ങൾക്ക് ഒരു മാസം മുൻപോട്ട് പോകാനുള്ള ഭക്ഷണവും ഇന്ധനവും മരുന്നുമുണ്ട്. തങ്ങളുടെ ആശുപത്രികളെല്ലാം തന്നെ തങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ്. അവിടെ ആവശ്യമുള്ള മരുന്നുകളുണ്ട്. ഇതുവരെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന്, അതായത് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ 1,02,000 പേരാണ് പലായനം ചെയ്തത്. ആ പലായനം ചെയ്തവരൊക്കെ ലെബനന്റെ നഗരങ്ങളിലേക്കാണ് പലായനം ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും മറ്റും തങ്ങൾ നൽകുന്നുണ്ട്. ഇതുവരെ ഈ സംഭവങ്ങൾ അടിയും തിരിച്ചടിയുമായി ഇതുവരെ തങ്ങളുടെ 500 പൗരന്മാരാണ് കൊല്ലപ്പെട്ടതെന്നും ലെബനന്റെ ഈ നാഷണൽ എമർജൻസി കമ്മിറ്റി ചെയർമാനായ നാസർ യാസിൻ പറയുന്നു. ഏതായാലും വലിയ രീതിയിൽ തന്നെ ലെബനൻ ഭക്ഷണവും ഇന്ധനവും മരുന്നും മറ്റും ശേഖരിക്കുമ്പോൾ അതൊരു വലിയ യുദ്ധം, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സംശയവും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.